പേടകം പസഫിക് സമുദ്രത്തിലാണ് ഇറങ്ങിയത്. ആ പേടകത്തെ വീണ്ടെടുക്കാൻ പ്രത്യേക ദൗത്യസംഘമുണ്ടായിരുന്നു. അവർ പേടകത്തെ ഇപ്പോൾ വീണ്ടെടുത്തിട്ടുണ്ട്. ഇനിയും അത് തുറക്കണം, 4 സഞ്ചാരികളെയും പുറത്തേക്ക് എത്തിക്കണം. അതിനായുള്ള നടപടിക്രമങ്ങളാണ് ഇപ്പോൾ അവിടെ നടന്നുവരുന്നത്. അല്പസമയത്തിനകം 4 യാത്രികരെയും പുറത്തേക്ക് എത്തിക്കും. അതിൽ ഒരു യാത്രികനാണ് ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളത്. അവിടെയും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ തുടർന്നാൽ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ രോഗാവസ്ഥയ്ക്ക് കൃത്യമായ ചികിത്സ നൽകാൻ കഴിയാത്ത സാഹചര്യമുണ്ട് എന്ന് തിരിച്ചറിഞ്ഞാണ് ആ ദൗത്യം ഇപ്പോൾ മടക്കയാത്ര ഇപ്പോൾ നേരത്തെ ആക്കി. അതിൻ്റെ അടിസ്ഥാനത്തിൽ നിശ്ചയിച്ച പ്രകാരം പേടകം ഇപ്പോൾ പസഫിക് സമുദ്രത്തിൽ ഇറങ്ങിയിരിക്കുന്നത്. പ്രത്യേകിച്ച് പ്രതിസന്ധികളൊന്നും നേരിടാതെ തന്നെ ഇപ്പോൾ ആ ദൗത്യം പൂർത്തിയാക്കുകയാണ് നാസ. ഇപ്പോൾ ഇനി അതുമായി ബന്ധപ്പെട്ട് നാസയുടെ ഭാഗത്തുനിന്ന് ഒരു വിശദീകരണം പ്രതീക്ഷിക്കുന്നുണ്ട്. അത് ഏത് വ്യക്തിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ള വിശദീകരണമല്ല, മറിച്ച് ഈ ദൗത്യത്തിലൂടെ എന്താണ് ഉദ്ദേശിച്ചിരുന്നത്, അത് എത്ര ഘട്ടത്തോളം വിജയം കണ്ടു എന്നിങ്ങനെയുള്ള വിശദീകരണം ഒരുപക്ഷെ ഉണ്ടായേക്കും. ഇപ്പോഴും അവിടെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ യാത്രികർ ഉണ്ട്. അവർ ഓരോ രീതിയിലുള്ള പരീക്ഷണങ്ങളൊക്കെ അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിനിടയിലാണ് ഇപ്പോൾ ഈ അടിയന്തര മെഡിക്കൽ സാഹചര്യത്തെ തുടർന്ന് 4 യാത്രികർക്ക് ഭൂമിയിലേക്ക് മടങ്ങേണ്ടി വന്നിരിക്കുന്നത്. മുൻ നിശ്ചയിച്ച പ്രകാരം തന്നെ ഇപ്പോൾ നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയായി വരികയായിരുന്നു. പസഫിക് സമുദ്രത്തിൽ കാലിഫോർണിയയ്ക്ക് സമീപത്തായിട്ടാണ് ആ പേടകം പസഫിക് സമുദ്രത്തിലേക്ക് ഇറങ്ങിയത്. അതിൻ്റെ കൃത്യമായ കണക്കുകൾ പറയുകയാണെങ്കിൽ 18,000 അടി ഉയരത്തിൽ വെച്ചാണ് ഈ ഡ്രോഗ് പാരച്യൂട്ടുകൾ അത് തുറന്ന് ഈ പേടകം ഭൂമിയിലേക്ക് പ്രവേശിക്കുമ്പോഴുള്ള ആ വേഗം കുറയുന്നത്. ആ സമയത്ത് മണിക്കൂറിൽ 350 മൈൽ വേഗത്തിലായിരുന്നു ഈ പേടകം ഉണ്ടായിരുന്നത്. അതിൻ്റെ വേഗം കുറയ്ക്കുന്നതിന് വേണ്ടിയാണ് ഈ ഡ്രോഗ് പാരച്യൂട്ടുകൾ ആ സമയത്ത് ഉപയോഗിച്ചത്. തുടർന്ന് പേടകം അതിൻ്റെ വേഗം കുറഞ്ഞ് സാവധാനം ഭൂമിയിലേക്ക് വരികയായിരുന്നു. 6,000 അടി ഉയരത്തിലെത്തുന്ന ഘട്ടത്തിൽ അതിൻ്റെ പ്രധാന പാരച്യൂട്ടുകൾ തുറക്കുന്നു. അതോടെ വീണ്ടും പേടകത്തിൻ്റെ വേഗം കുറയുകയാണ്. അത് മണിക്കൂറിൽ 120 മൈലായി കുറയുന്നു. 350 മൈലിൽ നിന്ന് 120 മൈലായി കുറയുന്നു. അങ്ങനെ ആ വേഗം കുറയ്ക്കുന്ന ഘട്ടങ്ങൾ ഓരോന്നോരോന്നായി പൂർത്തിയാക്കിയാണ് അത് പസഫിക് സമുദ്രത്തിലേക്ക് ഇറങ്ങിയത്. ഇപ്പോൾ ആ പേടകം വീണ്ടെടുത്ത് അതിൽ നിന്നുള്ള യാത്രികരെ പുറത്തേക്ക് എത്തിക്കാനുള്ള നടപടിക്രമങ്ങൾ നടന്നു വരികയാണ്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ 4 യാത്രികരാണ് ഈ പേടകത്തിൽ ഇപ്പോൾ ഭൂമിയിൽ തിരിച്ചെത്തിയിരിക്കുന്നത്. അതിൽ നാസ കമാൻഡറായ സീന കാഡ്മാൻ ഉണ്ട്, നാസയുടെ പൈലറ്റായ മൈക്ക് ഫിൻകെ ഉണ്ട്, ജപ്പാനിൽ നിന്നുള്ള കിമിയ യുയി ഉണ്ട്, റഷ്യയിൽ നിന്നുള്ള ഒലെഗ് പ്ലറ്റനോവ്. ഇങ്ങനെ 4 യാത്രികർ ആ ദൗത്യത്തിൻ്റെ ഭാഗമായിട്ടുണ്ട്. ഇപ്പോൾ ആ പേടകം തുറക്കാനുള്ള നടപടിക്രമങ്ങൾ നടന്നു വരുന്നു. ആ ദൃശ്യങ്ങളിൽ അത് കാണാം. ആ പ്രത്യേക ദൗത്യസംഘം തന്നെ ഉണ്ട്. അവർ ആ പേടകം തുറന്ന് യാത്രികരെ പുറത്തേക്ക് എത്തിക്കാനുള്ള അവരുടെ തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇന്ത്യൻ സമയം പുലർച്ചെ 3:35 പേടകം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്ന് വേർപെട്ടത്. അൺഡോക്കിംഗ് അവിടെ പൂർത്തിയായത്. അത് പേടകം ഓസ്ട്രേലിയയ്ക്ക് മുകളിലെത്തിയ ഘട്ടത്തിലായിരുന്നു. 2:12 നിശ്ചയിച്ച പ്രകാരം 10.5 മണിക്കൂറിലേറെ നീണ്ട യാത്രയ്ക്ക് ശേഷം അങ്ങനെ സ്പ്ലാഷ് ഡൗൺ നടക്കുകയായിരുന്നു. ഇനിയും ഈ ആരോഗ്യ അവസ്ഥ ആരുടേതാണ്, ഇത്തരത്തിൽ ആരോഗ്യാവസ്ഥ മോശമായത്, അദ്ദേഹം ഏത് സഞ്ചാരിയാണ്, അങ്ങനെയുള്ള വിവരങ്ങളൊക്കെ വ്യക്തിവിവരങ്ങളായതുകൊണ്ട് തന്നെ അതിൻ്റെ വിശദാംശങ്ങളൊന്നും പുറത്തു വരാനിടയില്ല. പക്ഷേ ഈ ദൗത്യം ഇത്തരത്തിൽ നേരത്തെ ഈ മടക്കയാത്ര വേണ്ടി വന്നതിലുള്ള വിശദീകരണം നാസയുടെ ഭാഗത്തുനിന്നുണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ ആണ് ഈ ദൗത്യം നടന്നത്. ഫെബ്രുവരിയോടെ തിരികെ എത്തും, അതായിരുന്നു നേരത്തെ ഉണ്ടായിരുന്ന പ്ലാൻ. പക്ഷേ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ കഴിയുന്ന സാഹചര്യം അദ്ദേഹത്തിൻ്റെ ആരോഗ്യാവസ്ഥ കൂടുതൽ മോശമാക്കുമെന്നതുകൊണ്ട് തന്നെ നേരത്തെ മടങ്ങാൻ തീരുമാനിക്കുകയായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ 4-അംഗ ബഹിരാകാശ സംഘം ആ പേടകത്തിൽ ഭൂമിയിൽ തിരികെ അതിൻ്റെ അത് തുറക്കുന്ന പ്രക്രിയയിലേക്ക് കടക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.